Good morning. Good morning. Okay. ഓക്കെ, ആരെങ്കിലും ഒരാളുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡയാലിസിസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഹീമോ ഡയാലിസിസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇപ്പോ ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞ എന്താ, ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കിഡ്നിക്ക് അതിന്റെ ഫംഗ്ഷൻ എന്തെങ്കിലും ഫെയിലിയർ മൂലം നോർമൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു പ്രോസസ്സിലൂടെ നമ്മൾ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ചെയ്തതിന് മുന്നേ നമ്മൾ പറഞ്ഞു ചില ഓപ്പണിങ് വേണം, നമുക്ക് ഈ ബ്ലഡ് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പണിങ് വേണമെന്ന് പറഞ്ഞു. അത് സാധാരണയായിട്ട് 3 ടൈപ്സ് ഓഫ് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഏതൊക്കെയാ? AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, തേർഡ് വൺ വാസ്കുലർ അസസ് കാത്തീറ്റർ. ഇത് 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ നോക്കിയായിരുന്നോ? ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, യൂട്യൂബിൽ ഒന്ന് കയറി നോക്കുക, ഇതിന്റെ പിക്ചർ അടക്കം നമുക്ക് ഇത് കിട്ടും. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് പോലെ ഇത് ചെയ്യുന്നതിനുള്ളത് കിട്ടും. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, രമ്യ ഇവിടെ തമ്പ് ചെയ്തിട്ടുണ്ട്, നോക്കിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി അതൊന്ന് നിങ്ങൾക്ക് സമയം ഫ്രീ ആയിരിക്കുമ്പോഴും ഒന്ന് കയറി യൂട്യൂബിൽ ഒന്ന് കയറി ഇത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടാമത്തെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, PD എന്ന് പറയുന്ന. PD സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ നമ്മൾ, അവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറഞ്ഞു ഹീമോ ഡയാലിസിസ് പറഞ്ഞത്. അപ്പൊ അത് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ സർജറി വേണം. അത് ഓപ്പണിങ്, വാസ്കുലർ അസസ് കാത്തീറ്റർ, പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞു AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, ഇങ്ങനെ 3 സർജറി പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ B എന്ന് പറഞ്ഞ പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസ് PD. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക മെഷീൻ ഒന്നും വേണ്ട, നമ്മുടെ ബോഡിയിൽ തന്നെയാണ് ആ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. വേറെ പ്രത്യേക മെഷീൻ ഒന്നും ഇല്ല, ബോഡിയിൽ തന്നെയാണ് ബ്ലഡ്, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. For this kind of dialysis, the lining of your abdomen or belly area, also called the peritoneum, is used as a filter. അപ്പൊ നോക്കിയേ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് ഓഫ് ഡയാലിസിസില് നമ്മുടെ ബെല്ലി ഏരിയ, ബെല്ലി എന്ന് പറഞ്ഞാൽ എന്താ? വയറ് അല്ലെ, അബ്ഡോമൻ. അപ്പൊ അതിനകത്ത് ലൈനിങ് എന്ന് പറഞ്ഞാൽ പാളി, ആ അബ്ഡോമന്റെ ഒരു പാളിയാണ്, അതിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? ദ ലൈനിങ് ഓഫ് അബ്ഡോമൻ ഈസ് കോൾഡ് പെരിറ്റോണിയം. ലൈനിങ്ങിന്, അബ്ഡോമനിലെ ആ ലൈനിങ് പറയുന്ന പേരാണ് പെരിറ്റോണിയം. അതാണ് ആ പെരിറ്റോണിയം അല്ലെങ്കിൽ ആ ലൈനിങ് ആണ് ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. Okay, lining of the abdomen or belly area is called the peritoneum, is used as a filter. അതാണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Before beginning peritoneal dialysis, a minor surgery is required to place a catheter or soft tube in your belly. അപ്പൊ എന്ത് ചെയ്യണം? ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സർജറി വേണം. അതെവിടെ ചെയ്യുന്നത്? നമ്മുടെ അബ്ഡോമനിലാണ് ചെയ്യുന്നത്. ഈസ് റിക്വയർഡ് ടു പ്ലേസ് എ കാത്തീറ്റർ. എന്തിനു വേണ്ടിയിട്ടാ? ആ കാത്തീറ്റർ അല്ലെങ്കിൽ ആ സോഫ്റ്റ് ട്യൂബ് നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സർജറി അവിടെ വേണം. In the course of each treatment, the belly area is little by little filled with the dialysate. അപ്പൊ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ നമ്മുടെ അബ്ഡോമനില് അവിടെ എന്ത് ചെയ്യുന്നു? ചെറിയൊരു കത്തീറ്റർ വെക്കാൻ ഭാഗത്തിന് നമ്മളൊരു ചെറിയൊരു ഹോള്, ചെറിയൊരു സർജറി നടത്തി അവിടെ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നു വയറ്റില്, ബെല്ലിയില്.
അപ്പൊ നോക്കിയേ, അവിടെ എന്ന് വെച്ചാൽ ഇൻ ദ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ദ ബെല്ലി ഏരിയ ഈസ് ലിറ്റിൽ ബൈ ലിറ്റിൽ ഫിൽഡ് വിത്ത് ഡയലൈസേറ്റ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു ഡയലൈസേറ്റ് നമ്മുടെ ആ ട്യൂബിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. ഡയലൈസേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ ക്ലിൻസിംഗ് ഫ്ലൂയിഡ് മെയ്ഡ് അപ്പ് ഓഫ് മിക്സർ ഓഫ് വാട്ടർ, സോൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. അഡിറ്റീവ്സ് കൂടുതലായിട്ടൊക്കെ കാണുന്നത്. അപ്പൊ വാട്ടർ, സോൾട്ട്, മറ്റുള്ള അഡിറ്റീവ്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഒരു സൊല്യൂഷൻ ആണ് ഈ ഡയലൈസേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയലൈസേറ്റ് ആ കത്തീറ്റർ ആ ട്യൂബിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. ഓക്കെ, ത്രൂ ദ കത്തീറ്ററിൽ കൂടെ വയറ്റിന്റെ അകത്തേക്ക് ഡയലൈസേറ്റ് ആ ഫ്ലൂയിഡ്, ആ സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. As blood flows normally through the area. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ബ്ലഡ് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആർ പുൾഡ് ഔട്ട് ദ ബ്ലഡ് വെസൽ ഇൻ ആൻഡ് ഇൻടു ദ ബെല്ലി ഏരിയ ബൈ ദ ഡയലൈസേറ്റ്. അപ്പൊ എന്താ പറ്റുന്നേ, ആ ഒരു സൊല്യൂഷൻ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കും. അപ്പൊ ആ ഒരു ഭാഗത്ത് ഇതോടെ ബ്ലഡ് വരുമ്പോഴത്തേക്കും ആ ബ്ലഡ് വെസൽസിൽ നിന്നുള്ളത് ആ ഇമ്പ്യൂരിറ്റീസ്, വേസ്റ്റിനെയൊക്കെ ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു, അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ആ ഫ്ലൂയിഡ് ആണ് ആ സൊല്യൂഷൻ, നമ്മുടെ വയറ്റിന്റെ അകത്തേക്ക് നിറച്ച ആ സൊല്യൂഷൻ ഡയലൈസേറ്റ് എന്ന് പറയും. DIALYSAT. ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, ബ്ലഡിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വലിച്ചെടുക്കുക ചെയ്യുന്നത് ഡയലൈസേറ്റ്. ഓൾമോസ്റ്റ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു മാഗ്നറ്റ് പോലെ ഈ കാന്തം, കാന്താത് ഇങ്ങനെ ഇരുമ്പ് സാധനങ്ങളെയൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ എടുക്കാൻ സഹായിക്കൂലേ, അതുപോലെ എന്ത് ചെയ്യുന്നു, ഈ ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ, വേസ്റ്റിനെ ഒക്കെ ഇങ്ങോട്ട് ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, വലിച്ചെടുക്കുന്നു. After a few hours, the fluid mixture is emptied out from your belly using same catheter and the bag that was used at the beginning of the treatment. അപ്പൊ നമ്മളങ്ങനെ ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഈ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, ആ ബ്ലഡിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു, ഇത് നമ്മൾ പുറത്തേക്ക് ആ സൊല്യൂഷൻ, ആ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വലിച്ചെടുത്ത സൊല്യൂഷൻ പുറത്തേക്ക് പുറത്തേക്ക് ഒഴുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ആ ഡയലൈസേറ്റ് വെച്ച ഇതില്ലേ, ആ ഒരു ബാഗില്ലേ, അതിലേക്ക് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചേക്കുന്ന ഒരു പിക്ചർ നോക്കിയേ, ഇവിടെ 2 ബാഗായിട്ടാണ് കാണിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡയലൈസേറ്റ് നമ്മൾ ആദ്യം വയറ്റിന്റെ അകത്തേക്ക് നിറക്കില്ല, അപ്പൊ ആ ബാഗിൽ തന്നെ നമുക്കിത് പുറത്തേക്കും ആ ബാഗിലേക്ക് തന്നെ കളക്ട് ചെയ്യാം, പ്രശ്നമില്ല. ഇവിടെ 2 ബാഗാ കാണിച്ചേക്കുന്നത്. ഡയാലിസിസ് സൊല്യൂഷൻ ഉള്ളത്, അത് നേരെ ആ പിക്ചർ ഒന്ന് നോക്കി നിങ്ങൾ, ഡയാലിസിസ് സൊല്യൂഷൻ അത് നേരെ ഇൻഫ്ലോ വയറ്റിന്റെ അകത്തേക്ക് ആ ട്യൂബ് കത്തീറ്റർ കൂടെ വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. കണ്ടോ, പെരിറ്റോണിയൽ ക്യാവിറ്റി. അവിടെ നമ്മളിത് ആ ലൈനിങ് കാണാം, പെരിറ്റോണിയൽ ലൈനിങ് ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ വരുന്ന ആ ബ്ലഡ് വെസലിൽ നിന്ന് ഈ സൊല്യൂഷൻ തന്നെ ഈ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ, വേസ്റ്റിനെയൊക്കെ വലിച്ചെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പുറത്തേക്ക് ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ അത് പുറത്തേക്ക് വേറെ ബാഗിലേക്കോ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞേക്കുന്ന സെയിം ബാഗിലേക്ക് കളക്ട് ചെയ്യാന്നാണ് ഈ നമ്മുടെ ഇവിടെ നോട്ട് ചെയ്ത് പറഞ്ഞേക്കുന്നത്. ആണോ, the same catheter and the bag that was used in the beginning of the treatment. ട്രീറ്റ്മെന്റിന് ആദ്യം തന്നെ ഉപയോഗിച്ച ആ ബാഗിലേക്ക് ആ സെയിം കത്തീറ്ററിൽ കൂടെ തന്നെ ഇത് സൊല്യൂഷൻ പുറത്തേക്ക് എടുക്കുന്നു. Then peritoneal dialysis can be done almost anywhere if you have the supplies needed to the treatment. അപ്പൊ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണ്ട, ഇത് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്യാം. അപ്പൊ അതിനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുത്താൽ മതി പേഷ്യന്റിന്. അതാണ് ചില ആളുകൾ വീട്ടിൽ തന്നെ ഡയാലിസിസ് ചെയ്യാന്ന് പറയുന്നത്. അത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അവിടെ മെഷീൻസും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പൊ ഇതിന് ആവശ്യമായിട്ടുള്ള ഈ ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള സപ്ലൈകൾ എവിടെ അവൈലബിൾ ആകുന്നിടത്ത് ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം.
ഇത് വേറെ പ്രശ്നം വിഷയമോ കാര്യങ്ങളോ വേറെ ഒന്നും വേണ്ട. അത് നമുക്ക് ആ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ 1-2 ദിവസം ചെയ്ത് കഴിയുമ്പോഴേയും ആ പേഷ്യന്റിന് തന്നെ ചെയ്യാം. അപ്പൊ ഈ സൊല്യൂഷൻ വൈറ്റിന്റെ അകത്ത് കിടക്കുന്നു എന്ന് വിചാരിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നോർമൽ വർക്കുകളൊക്കെ ചെയ്യാം, കുളിക്കാം, കളിക്കാം, മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയെല്ലാം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അവിടെ അത് സൊല്യൂഷൻ വൈറ്റിന്റെ അകത്ത് കിടന്നല്ലോ. ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഓൾറെഡി ഡയാലിസിസ് കംപ്ലീറ്റ് ആകും. ഇനി ഇതിനകത്ത് ഒരു 2-3 കാര്യങ്ങൾ നോക്കണം. ഈ സൊല്യൂഷൻ, ഈ ഡയലൈസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ വൈറ്റിന്റെ അകത്തേക്ക് അത് നിറയ്ക്കുന്നതിനെയാണ് ഫിൽ എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ. ഫില്ല്, FILL, ഫിൽ. അതൊരു എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. ഫില്ല് എന്ന് പറയുന്ന ഡയലൈസേറ്റ് ആ സൊല്യൂഷൻ വൈറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിനെ ഫില്ല് എന്ന് പറയും. ഇനി വൈറ്റിന്റെ അകത്ത് ആ സൊല്യൂഷൻ കിടക്കുന്നതിനെയാണ് ഡ്വെൽ എന്ന് പറയുന്നത്. DWELL, ഡ്വെൽ. വൈറ്റിന്റെ അകത്ത് ആ ഡയലൈസേറ്റ് സൊല്യൂഷൻ കിടക്കുന്നതിനെയാണ് ഡ്വെൽ എന്ന് പറയുന്നത്. DWELL. ഓക്കെ. അപ്പൊ ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആവും. അത് പുറത്തേക്ക് നമ്മൾ കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN, ഡ്രെയിൻ. DRAIN. ഓക്കെ. അപ്പൊ ഫില്ല്, ഡ്വെല്ല്, ഡ്രെയിൻ, ഇത് 3 കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മളിത് ഹോസ്പിറ്റലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് മാത്രം ചെക്കപ്പിന് വേണ്ടി മാത്രം ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി. ഇത് ഒരു ദിവസത്തിൽ 2-3 പ്രാവശ്യം ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ. അത് നമ്മൾ പറഞ്ഞല്ലോ എത്ര ടൈംസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ പേഷ്യന്റിന്റെ ഹെൽത്തും അതുപോലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് എത്ര പ്രാവശ്യം, അതൊക്കെ ഡോക്ടർ അതിനുവേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഡയാലിസിസ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ വൈറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിന് ഫിൽ എന്ന് പറയും. FILL. ഓക്കെ. ഇനി വൈറ്റിന്റെ അകത്ത് ആ സൊല്യൂഷൻ 3-4 മണിക്കൂർ ആ സൊല്യൂഷൻ വൈറ്റിന്റെ അകത്ത് കിടക്കൂലേ, അതിനെയാണ് ഡ്വെൽ എന്ന് പറയുന്നത്. DWELL. ഓക്കെ. ഇനി നമ്മളത് 4 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് പുറത്തേക്ക് കളയൂല്ലേ, പുറത്തേക്ക് കളയുന്നതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. DRAIN. നമ്മൾ ഒരു 4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അത് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വലിച്ചെടുത്ത സൊല്യൂഷൻ പുറത്തേക്ക് ഒരു വേറെ ബാഗിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. പുറത്തേക്ക് കളയുന്നതിന് ഡ്രെയിൻ. അപ്പോ ഒരു ഫില്ല്, ഡ്വെല്ല്, ഡ്രെയിൻ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എന്ന് നോക്കിയേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ഒരു പാരഗ്രാഫ്? ക്ലിയർ ആണെങ്കിൽ ഒന്ന് തമ്പ് ചെയ്തിട്ട് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, ഒന്നുകൂടി പറയാം. ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണം. ഓക്കെ. അപ്പൊ നമ്മള് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പറഞ്ഞത് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. അവിടെ എന്താ ആ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ്, ബ്ലഡ് വെസൽസിൽ നിന്ന് ആ ബ്ലഡിലുള്ള ആ വേസ്റ്റ് നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കുക ചെയ്യുന്ന സൊല്യൂഷൻ കേട്ടോ. ഇവിടെ നോക്കിയേ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ മെഷീൻ വേണ്ട. അതാണ് ഹീമോഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് മെഷീൻ വേണ്ട, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അബ്ഡോമൻ, വയറിന്റെ ലൈനിങ്, അബ്ഡോമന്റെ ലൈനിങ് പെരിറ്റോണിയാണ് ഈ ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യം ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സർജറി ചെയ്യണം. എന്നിട്ട് ആ സർജറി ചെയ്തിട്ട് കത്തീറ്റർ, ആ സോഫ്റ്റ് ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വെക്കുക ചെയ്യുന്നത്. കുറച്ച് പുറത്തും ബാക്കി ഭാഗം വയറ്റിന്റെ അകത്തേക്ക് വെക്കുക. അതിൽ ക്യാപ്പ് ഉണ്ടാവും, ആ ട്യൂബിന്റെ ടിപ്പിലും ക്യാപ്പ് ഉണ്ടാവും. ക്യാപ്പ് അടച്ചു വരും, ആവശ്യം ഉള്ളപ്പോ മാത്രം തുറന്നാൽ മതിയല്ലോ. അപ്പൊ കുറച്ച് ഭാഗം വെളിയിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു സർജറി നടത്തി ഈ ട്യൂബ് വയറ്റിന്റെ അകത്തേക്ക് വയറ്റിൽ വെക്കുക ചെയ്യുന്നത്. ഇനി നമ്മള് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സൊല്യൂഷൻ, ഒരു ബാഗ് നമ്മൾ കണ്ടില്ല, ആ ഒരു ബാഗില് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ആ കത്തീറ്ററിൽ കൂടെ എന്ത് ചെയ്യുന്നു, വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു.
ഓക്കെ, ആ ഡയാലിസൈറ്റ് വൈറ്റിന്റെ അകത്ത് കിടന്നു വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക്. നമ്മൾ ഓൾറെഡി നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് ചെയ്യാം. എന്നിട്ട് അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഡയാലിസിസ് സൊല്യൂഷൻ ബ്ലഡിലുള്ള ബ്ലഡ് വെസൽസിൽ പുൾഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് വെസൽ. കണ്ടോ, വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ബ്ലഡ് വെസലിലല്ലേ, ബ്ലഡ് വെറുതെ ഇല്ലല്ലോ, ബ്ലഡ് വെസൽ രക്തക്കുഴലുകളുടെ ഉള്ളിലല്ലേ ബ്ലഡ് ഉള്ളത്. അപ്പൊ ബ്ലഡ് വെസൽസിന്റെ ഉള്ളിലുള്ള ആ ബ്ലഡിലുള്ള വേസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഈ സൊല്യൂഷൻ അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യുന്നത്, വലിച്ചെടുക്കും. അപ്പൊ ഒരു 4 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തുള്ള നമ്മള് ബ്ലഡ് ഒക്കെ വേസ്റ്റ് ഒക്കെ വലിച്ചെടുത്തിട്ട് ബ്ലഡ് പ്യൂരിഫൈ ആയിക്കോളും. അത് 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആകും. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ആ സെയിം കാത്തീറ്ററിൽ കൂടെ തന്നെ ആ വേസ്റ്റ് ഇമ്പ്യൂരിറ്റീസ് ഉള്ള ആ സൊല്യൂഷൻ നമുക്ക് ആദ്യം നമ്മൾ എടുത്ത ബാഗിലേക്ക് തന്നെ വേണമെങ്കിൽ പുറത്തേക്ക് അത് കളയാം. ആ ട്യൂബ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയാലിസൈറ്റ് ഈ സൊല്യൂഷൻ പുറത്തേക്ക് കളയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അതിന് ബിഗിനിങ്ങിൽ ഉപയോഗിച്ചിട്ടുള്ള ബാഗിലേക്ക് തന്നെ ഈ വേസ്റ്റ് ഒക്കെ വലിച്ചെടുത്ത സൊല്യൂഷൻ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നുമില്ല, ഇത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 2 or 3 പ്രാവശ്യം ചിലപ്പോ ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് ചെക്കപ്പിന് വേണ്ടി മാത്രം പോയാൽ മതിയാകും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പറഞ്ഞത് നമ്മൾ ആ സൊല്യൂഷൻ വൈറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നതിന് സൊല്യൂഷൻ കിടക്കുമ്പോൾ അതിനെയാണ് ഡ്വെൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 4 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ സൊല്യൂഷൻ നമ്മൾ പുറത്തേക്ക് കളയുന്നു, അതിനെയാണ് ഡ്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഫില്ല്, ഡ്വെല്, ഡ്രെയിൻ, ഇത് 3ഉം കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ഡയാലിസിസ് കംപ്ലീറ്റ് ആയി എന്ന് പറയുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ നിങ്ങൾ ഇതും കൂടിയും ഒന്ന് നോക്കിക്കോ. ഇന്നിപ്പോ വൈകുന്നേരം ഫ്രീ ആയിരിക്കുമ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒന്ന് അടിച്ചു കൊടുക്കുക. 1 മിനിറ്റ് ഒക്കെ ഉള്ളൂ, 1.5 മിനിറ്റ് ഉണ്ട് ഉള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആയി മനസ്സിലാവും ട്ടാ. ഇനി നോക്കിയേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഇതിന്റെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. എക്സ്പാൻഡഡ് ഫോം ഇതിന്റെ 3 എണ്ണത്തിനെ പഠിച്ചു വെക്കാം. പെരിറ്റോണിയൽ ഡയാലിസിസ് 3 തരത്തിലുണ്ട്. അതിൽ ഫസ്റ്റ് ആണ്, സ്റ്റെക്ക് ഉണ്ടോ നിങ്ങക്ക്? ക്ലിയർ ആവുന്നില്ലേ സൗണ്ട്? ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോവാണോ? ബ്രേക്ക് ആകുന്നുണ്ട് അല്ലെ? നോ, ചിലരെ ഇടുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ് എന്ന് നോക്കട്ടെ കേട്ടോ. ഇപ്പൊ നിങ്ങക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ഉണ്ട്. ക്ലിയർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നോക്കുന്നത്. അതിൽ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. ഫസ്റ്റ് ആണ് CAPD, എക്സ്പാൻഡഡ് ഫോം ആയിട്ട് പഠിക്കണം കേട്ടോ. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, CAPD, കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്. രണ്ടാമത്തെയാണ് CCPD, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്, IPD. ഓക്കെ, ഇനി ഇതിനകത്ത് ഫസ്റ്റ് നോക്കിയേ,
കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് CAPD. ഇത് ഫസ്റ്റ് നോക്കിയേ. അപ്പൊ എക്സ്പാൻഡഡ് ഫോം ഇതിന് 3 എണ്ണത്തിനെ പഠിക്കണം. ഡസ് നോട്ട് നീഡ് എ മിഷ്യൻ. ഇവിടെ മിഷ്യന്റെ ആവശ്യമില്ല. പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. ഇവിടെ പ്രത്യേകം എന്താ മിഷ്യന്റെ ഒന്നും ആവശ്യമില്ല. എക്സ്ചേഞ്ച് ക്യാൻ ബി ഡൺ 3 to 5 times a day ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ്. നമ്മൾ ഉണരുന്ന സമയം മുതൽ നമുക്ക് 3 പ്രാവശ്യം 3 to 5 3 തുടങ്ങി 5 പ്രാവശ്യം വരെ ഈ എക്സ്ചേഞ്ച് ഇങ്ങനെ നടത്തണം. ഡയാലിസിസ് ഇങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത്. അതാണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഡസ് നോട്ട് നീഡ് എ മിഷ്യൻ. എക്സ്ചേഞ്ച് ക്യാൻ ബി ഡൺ 3 to 5 times. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. പെരിറ്റോണിയൽ കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ് എത്ര പ്രാവശ്യമാണ് എക്സ്ചേഞ്ച് നടത്തുന്നത്? എത്രയാ? 3 to 5 times ഡ്യൂറിങ് വേക്കിംഗ് അവേഴ്സ്. നമ്മൾ ഉണരുന്ന സമയം മുതൽ 3-5 പ്രാവശ്യം വരെ ഈ എക്സ്ചേഞ്ച് ഇങ്ങനെ നടത്തേണ്ടി വരും. ഇനി സെക്കൻഡ്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ് CCPD. Need the use of a particular dialysis machine and it can be used in the home. ഇവിടെ നോക്കി, ഒരു ചെറിയൊരു ഡയാലിസിസ് മെഷീന്റെ ആവശ്യമുണ്ട്. പക്ഷെ നമുക്ക് ഇത് വീടുകളിൽ ചെയ്യാം. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നീഡ് ദ യൂസ് ഓഫ് പർട്ടിക്കുലർ ഡയാലിസിസ് മെഷീൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹോം. നമ്മൾ വീടുകളിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഡയാലിസിസ് മെഷീന്റെ ആവശ്യമായിട്ട് വരും. This type of dialysis is performed automatically when the patient is sleeping. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് ചെയ്യുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടും എന്താ പേഷ്യന്റ് ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യുന്നു, ഡയാലിസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഡയാലിസിസ് is performed automatically when the patient is sleeping. പേഷ്യൻസ് ഉറങ്ങുകയാണെങ്കിലും എന്താ ഡയാലിസിസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യും. പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് IPD. യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മിഷ്യൻ ആസ് CCPD പോലുള്ള സെയിം മിഷ്യൻ ആണ്. ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. പക്ഷെ എന്താ, ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും, കൂടുതൽ സമയം വേണ്ടി വരും. IPD can be done at home, but it is usually in the hospital. നമുക്ക് വീടുകളിൽ ചെയ്യാം. IPD വീടുകളിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഈസ് യൂഷ്വലി സാധാരണയായിട്ട് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് IPD. ഓക്കെ, ഇന്റർമീഡിയറ്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. യൂസ് ദ സെയിം ടൈപ്പ് ഓഫ് മെഷീൻ ആസ് CCPD, ബട്ട് ദ ട്രീറ്റ്മെന്റ് വിൽ ബി ലോങ്ങർ. പക്ഷെ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. വീടുകളിൽ ചെയ്യാം. പിന്നെ അതുപോലെ സാധാരണയായിട്ട് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്. ഇനി the supplies and equipment needed, duration of each treatment and the number of treatment per day will differ. ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിനനുസരിച്ചാ? relying on the type of PD you are using and your medical condition. അപ്പൊ ഇതിനകത്ത് ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഏതാണ് നമ്മൾ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ മെഡിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണ്, ഇതിനനുസരിച്ച് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സപ്ലൈയും എക്യുപ്മെന്റ്സും ഡ്യൂറേഷൻ, ആ ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ ഓൾസോ നോൺ ആസ് എക്സ്ചേഞ്ച്. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് എന്നും പറയാം നമുക്ക്. അത് പിന്നെ നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് എക്സ്ചേഞ്ച് നടത്തണം അല്ലെങ്കിൽ ഈ ഡയാലിസിസ് നടത്തണം എന്നുള്ള അതിന്റെ ഡ്യൂറേഷൻ വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിനനുസരിച്ചാ? റിലേയിങ് ഓൺ ദ ടൈപ്പ് ഓഫ് PD. പെരിറ്റോണിയൽ ഡയാലിസിസിന് ഏത് തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് ആണോ എന്നതിനെ അനുസരിച്ച് നമുക്ക് എക്യുപ്മെന്റ്സ്, ആവശ്യമായിട്ടുള്ള സപ്ലൈയുടെ എക്യുപ്മെന്റ്സുകളും ട്രീറ്റ്മെന്റിന്റെ ഡ്യൂറേഷൻ, നമ്പർ ഓഫ് ട്രീറ്റ്മെന്റ് പെർ ഡേ, ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. Normally, this process takes a few hours and required to be repeated 4 to 6 times per day. Normally, this process take a few hours. സാധാരണയായിട്ട് കുറച്ച് മണിക്കൂർ മതി. To be repeated 4 to 6 times. കണ്ടോ ഇവിടെ പറഞ്ഞേക്കുന്ന 4 to 6 times per day. ഒരു ദിവസം 4-6 പ്രാവശ്യമൊക്കെ ഇത് ഈ പ്രോസസ്സ് ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനകത്ത് നമ്മൾ 3 ടൈപ്പ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ്, അതിന്റെ പേരുകൾ പഠിക്കണം, അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. ഓക്കെ,
പിന്നെ ഇതിനകത്ത് നമ്മൾ ഏത് തരത്തിലുള്ള ഡയാലിസിസ് പെറ്റോണിയൽ ഡയാലിസിസ് ആണ് ഇത് ചോദിക്കുക കേട്ടോ. ഡയാലിസിസ് പെർഫോംഡ് ഓട്ടോമാറ്റിക്കലി when the patient is sleeping. Which of the following type of dialysis is performed automatically when the patient is sleeping? Patient automatic ആയിട്ട് പേഷ്യൻസ് ഉറങ്ങുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഡയാലിസിസ് ഏതാണ്? CCPD. അത് മൂന്നും ഇതിന്റെ ഒപ്പം നോക്കി പോകാം. കണ്ടോ, ഇനി ഇവിടെ നമ്മൾ ആ പിക്ചർ തന്നെയാണ് കൊടുത്തേക്കണത്. പെരിറ്റോണിയൽ ഡയാലിസിസ് സൊല്യൂഷനെ ബാഗിൽ നിന്ന് വയറ്റിലേക്ക് നിറയ്ക്കുന്നു, കത്തീറ്റർ വഴി വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്നു. അവിടെ ആ ബ്രൗൺ നിറത്തി കാണിച്ച പെരിറ്റോണിയൽ ക്യാവിറ്റി ഉണ്ട്, പെരിറ്റോണിയൽ ലൈനിങ്ങും ഉണ്ട്. അത് നമ്മൾ 3-4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഡയാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് ആ സൊല്യൂഷൻ വേസ്റ്റ് ഇതൊക്കെ വലിച്ചെടുത്ത ആ സൊല്യൂഷൻ എയർ ബാഗിലേക്ക് കളക്ട് ചെയ്യുന്നു, ഔട്ട്ഫ്ലോ ആയിട്ട് കാണിച്ചേക്കുന്നത്. ഇനി അടുത്തതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ്, തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഓർ CRRT. അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം കേട്ടോ. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. നിങ്ങളുടെ എക്സാമില് ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയും. 1-2 എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം ഉണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൽ? മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പാൻഡഡ് ഫോം ഉള്ളതൊക്കെ അപ്പൊ തന്നെ പഠിച്ചു പോകാം. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി CRRT. This therapy is used mainly in the intensive care unit for people with a severe kidney failure. സിവിയർ ആയിട്ട് കിഡ്നി രോഗം വളരെയധികം കൂടി ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഓർ CRRT. ഈ തെറാപ്പി കൊടുക്കുന്നത് ക്രിട്ടിക്കൽ, വളരെ ക്രിട്ടിക്കൽ ആയിട്ട് സിവിയർ ആയിട്ട് കിഡ്നി ഫെയിലിയർ സിവിയർ ആയ പേഷ്യൻസ് ICUയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്നതാണ്. ഇതും ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് type of dialysis is used mainly in the intensive care unit for people with severe kidney failure? Options: hemodialysis, peritoneal dialysis, CRRT, none of the above. ഇത് തരത്തിലുള്ള ഡയാലിസിസ് ICU കിടക്കുന്ന പേഷ്യൻസിന്, സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന ഡയാലിസിസ് CRRT ആണ്. It is also known as hemofiltration. അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഹീമോഫിൽട്രേഷൻ എന്നും അറിയപ്പെടുന്നു. It is also known as hemofiltration. A machine passes the blood through a tube and a filter then eliminate the waste products and water. It filters and eliminates ആക്കിക്കോട്ടെ അവിടെ. A machine passes the blood through a tube. It filters and eliminates waste products and water. ഒരു മെഷീൻ ട്യൂബിലൂടെ ബ്ലഡിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. മെഷീൻ പാസസ് ദ ബ്ലഡ് ത്രൂ എ ട്യൂബ്. ഒരു മെഷീന് ഈ ട്യൂബിൽ കൂടെ നമ്മുടെ ബ്ലഡിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. അതെന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്യും. To filter then eliminate waste products and water. അത് ഈ ബ്ലഡിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് വാട്ടറിനെ ഇതിനെയൊക്കെ ആ മെഷീൻ എന്ത് ചെയ്യുന്നു? ഫിൽറ്റർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. The blood is returned to the body together with the replacement fluid. ബ്ലഡ് എന്ത് ചെയ്യുന്നു? എന്നിട്ട് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് ബോഡിയിലേക്ക് തന്നെ കടത്തുന്നു. This procedure is discharged 12 to 24 hours a day, normally every day. ഈ ഒരു പ്രൊസീജിയർ ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ പെർഫോംഡ് എത്ര 12 to 24, 12 മുതൽ 24 മണിക്കൂർ വരെ. അതായത് ഒരു ഡേയില് മൊത്തം നമുക്ക് നോർമലി എവരി ഡേ എല്ലാ ദിവസവും ഇത് ചെയ്യുന്നതാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ICU കിടക്കുന്ന പേഷ്യൻസിന് സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്ന ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. ഇതിന് ഹീമോഫിൽട്രേഷൻ എന്നും അറിയപ്പെടുന്നു. ഒരു മെഷീൻ ഒരു ട്യൂബിൽ കൂടെ ബ്ലഡിലേക്ക് കടത്തി വിടുക ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു? ബ്ലഡിലുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് വാട്ടറിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ അത് കടത്തി വിടുക ചെയ്യുന്നത്. The blood is returned to the body together with the replacement fluid. റീപ്ലേസ്മെന്റ് ഫ്ലൂയിഡിന്റെ ഒപ്പം തന്നെ ഈ ബ്ലഡ് തിരിച്ച് ആ പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് കടത്തി വിടുന്നു. ഇത് നിർവഹിക്കുന്നത് എത്ര സമയം വേണം? 12 to 24 hours വേണം എ ഡേ, നോർമലി എവരി ഡേ. ഓക്കെ,
ഇപ്പൊ 3 തരത്തിലുള്ള ഡയാലിസിസും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് ഈ ഓർ ബെനിഫിറ്റ്സ് എന്നുള്ളത് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്, ഈ ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നേക്കുന്നത്. The following steps can help increase the effectiveness of your dialysis. നമ്മൾ വെറുതെ ഡയാലിസിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ ഡയാലിസിസ്, നമ്മൾ ചെയ്ത ഡയാലിസിസ് ഫലപ്രദമാകണമെങ്കിൽ, അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, ഹെൽപ് ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ്. നമ്മൾ ചെയ്യുന്ന ഡയാലിസിസ് അത് അതിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സുകൾ നമ്മൾ എന്തായാലും ചെയ്യണം. ഓക്കെ, അത് ഏതൊക്കെ സ്റ്റെപ്സ് ആണ്? നമുക്ക് മാക്സിമം അഡ്വാൻറ്റേജ് ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. വെറുതെ ഡയാലിസിസ് ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവിടെ ഫോളോ ചെയ്യണം. നോക്കി ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. നമ്മൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന, നിർദ്ദേശിച്ചിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. എങ്കിലാണ് നമ്മൾ ആ ചെയ്യുന്നതിന്റെ ഫലപ്രാപ്തി നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്നതിന്റെ മൊത്തം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആ ട്രീറ്റ്മെന്റ്, ആ ഷെഡ്യൂൾ, റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ആക്കണം. മിക്കവരും എന്തെങ്കിലും അസുഖങ്ങൾ തീരെ വയ്യാതെ ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അതുവരെ നമ്മൾ നമ്മുടെ രീതിക്ക് വെച്ചോണ്ടിരിക്കും, അല്ലേ? എന്തെങ്കിലും ഒരു ചെറിയൊരു അസുഖം വന്ന അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോകണവർ വളരെ കുറവാണ്. മാക്സിമം നമ്മുടെ കയ്യിലുള്ള ടാബ്ലറ്റ്സ് മരുന്ന് എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കാൻ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. അത് കഴിഞ്ഞ് തീരെ വയ്യാതെ ആകുമ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. ഹോസ്പിറ്റലിൽ ഇവിടെ അലീനയൊക്കെ കംപ്ലീറ്റിട്ടുണ്ട്. നോർമലി ഞാനടക്കം ഉള്ളവർക്കൂടെ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കഴിയുമ്പോ ആ ടാബ്ലറ്റ്സ് ആ ഡോക്ടർ തരുന്ന ഇത് എത്ര പേര് കറക്റ്റ് ആയിട്ട് ചെയ്ത് ഫുള്ള് കഴിക്കുന്നുണ്ട്? വീറ്റു ഷിയാസ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്, അല്ലെ? നോർമലി നമ്മുടെ ഒരു കാര്യം, അതിൽ നമുക്ക് തിരക്കും ഇതുമാണ് ഒന്നാമത്തെ കാര്യം. അതിനൊക്കെ വെച്ച് ചെയ്തിട്ട് നോർമല് 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 80 പേരും ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് കംപ്ലീറ്റ് ആക്കും. ഒരു ടാബ്ലറ്റ്സ് പോലും ഇപ്പൊ ഒരു 10 ടാബ്ലറ്റ് എഴുതി തന്നു വിചാരിക്കുക, അത് നമ്മൾ 8 അല്ലെങ്കിൽ 7 മാക്സിമം ആദ്യത്തെ ദിവസം നമ്മൾ കൃത്യമായിട്ട് കഴിക്കും. തീരെ വയ്യാതായിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അല്ലെ? അപ്പൊ അന്നേരം നമ്മൾ അത് ഓർത്ത് കഴിക്കും എന്തായാലും. ആദ്യത്തെ 2ാമത്തെ ദിവസം അങ്ങനെ തന്നെ പോകും. 3ാമത്തെ ദിവസമൊക്കെ നമ്മുടെ ആ പെയിനൊക്കെ ഇത്തിരി കുറയുമ്പോഴത്തേക്ക് നമുക്ക് അതിലുള്ള ശ്രദ്ധ പോകും, അല്ലെ? ചിലപ്പോ 2 നേരം 3 നേരം കഴിക്കണമെങ്കിൽ ചിലപ്പോ 2 നേരം 1 നേരമൊക്കെ നമ്മൾ മറന്നു. പിന്നെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ നമ്മുടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ ആ നമ്മളിപ്പോ ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുമ്പോൾ 5 ദിവസം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ കഴിക്കണം. എങ്കിലാണ് അതിന്റെ പ്രയോജനമുള്ളൂ. 4 ദിവസം അവിടെ നിർത്താൻ പാടില്ല. അപ്പൊ പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ വേദന കുറയുന്നതിനനുസരിച്ച് നമുക്ക് മരുന്ന് കഴിക്കുന്നതിനുള്ള ശ്രദ്ധ കുറയും, അല്ലെ? പ്രത്യേകിച്ച് ഹൗസ് വൈഫ് ഒക്കെ ആണെങ്കിൽ മക്കളുടെയും ഹസ്ബൻഡിന്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കും, നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കൂല, അല്ലെ? അപ്പൊ മിക്കവാറും ആ ടാബ്ലറ്റിന്റെ ഫുള്ള് സ്ലിപ്പില് 10 ഗുളിക ഉണ്ടെങ്കിൽ 10 കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുന്നവര് വളരെ കുറവായിരിക്കും, അല്ലെ? ഒരു 8 വരെ മാക്സിമം അത് കഴിക്കാറ്, 2 ബാക്കിയുണ്ടാവും. അസുഖമായി കഴിഞ്ഞ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കുമില്ല. അങ്ങനെയായിരിക്കും. ഇവിടെ നമ്മൾ ഈ ഡയാലിസിസ് ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഫലപ്രാപ്തി കറക്റ്റ് കിട്ടണമെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. പകുതി ചെയ്തിട്ട് നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ 2 ദിവസം ചെയ്യണമെന്ന് പറഞ്ഞാൽ 3 ദിവസം അല്ല, ഒരു ദിവസത്തിൽ 4 പ്രാവശ്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 പ്രാവശ്യം ചെയ്തിട്ട് കാര്യമില്ല. 4 പ്രാവശ്യം ചെയ്യണമെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതിപ്പോ ഇതിന്റെ മാത്രമല്ല, എന്ത് ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്താലും അത് ആ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം കിട്ടുള്ളൂ. ഒന്നാമത്തെ മറക്കില്ലല്ലോ. ഫസ്റ്റ് ബെനിഫിറ്റ് എന്താ? കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. ഇനി സെക്കൻഡ് നോക്കിയേ, എബൈഡ് കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ഡയറ്റീഷ്യൻ. എന്ത് ചെയ്യുക? അബൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ പാലിക്കുക. അബൈഡ് പാലിക്കുക. Abide customized eating plan recommended by dietitian. ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ആ ഈറ്റിംഗ് പ്ലാന് പാലിക്കണം.
ഓക്കെ, നമ്മൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല. നമ്മൾ തോന്നിയ രീതിയിൽ ഈ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഡോക്ടർ പറയും, ഡയറ്റീഷ്യൻ പറയും എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. വെള്ളമൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു പരിധി വിട്ട് കുടിക്കാൻ പാടില്ല. അവര് പറയും ഇത്ര ഗ്ലാസ് എന്ന് കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ളത് ഉൾപ്പെടെ നമ്മളിപ്പോ ഒരു എത്ര ഗ്ലാസ് ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞു തരും. അപ്പൊ എന്തായാലും ഭക്ഷണം എന്ന് വെച്ചാല് നമ്മുടെ വേസ്റ്റ് നമ്മുടെ ബോഡിയിൽ ഒരുപാടൊക്കെ ഉണ്ടാകാൻ പാടില്ലല്ലോ. നോർമലി നമ്മുടെ കിഡ്നി എല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്, അതിന് പകരം വേറെ പ്രോസസ്സിലൂടെ നമ്മൾ കിഡ്നിയുടെ ഫങ്ഷൻ ചെയ്യാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയാസം വാരി വലിച്ചൊന്നും കഴിക്കാനൊന്നും പാടില്ല. എന്തായാലും ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ ആ ഡയറ്റീഷ്യന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ ഭക്ഷണക്രമം നമ്മൾ പാലിക്കണം. ഓക്കെ, തേർഡ് പോയിന്റ് നോക്കിയേ, ഗെറ്റ്സ് as much physical activity as possible to improve your strength and heart health. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുക. നമ്മളിത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനങ്ങാതിരുന്നിട്ടും കാര്യമില്ല. എന്ത് ചെയ്യുക, അവിടെ നിന്ന് പറഞ്ഞു തരും ചെറിയ ചെറിയ എക്സസൈസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നാലാണ് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യണം. Fourth point, communicate with the dialysis provider and pharmacist about any medication, supplements of herbal products you are taking or are considering starting. നമ്മൾക്ക് ഇനി എന്തെങ്കിലും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ മരുന്നുമായിട്ട് എന്തൊക്കെ മരുന്നുകളുമായിട്ട് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുന്നുകൾ, കഴിക്കുന്ന മരുന്നുകൾ, അവിടെ സപ്ലൈ ചെയ്യുന്ന സപ്ലിമെന്റ്സ്, ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഡയാലിസിസ് പ്രൊവൈഡറിനോടോ അല്ലെങ്കിൽ മരുന്നുകളോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫാർമസിസ്റ്റിനോടോ ഒക്കെ ചോദിച്ച് നമ്മൾ സംസാരിച്ച് എന്ത് ചെയ്യണം, അത് നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മൾ ഈ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ നമ്മുടെ ഊഹത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും ഇത് ഡയാലിസിസ് ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡയാലിസിസ് നമുക്ക് ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നവര് പ്രൊവൈഡറിനോടോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനോടോ ഒക്കെ സംസാരിച്ച് അത് ക്ലിയർ ചെയ്യണം. അപ്പൊ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, next, last point, talk with the dialysis team about any anxiety or side effects that you may have. ഇനി എന്ത് ചെയ്യുക, ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. എന്തെങ്കിലും ഉത്കണ്ഠ, ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉത്കണ്ഠയോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സ്, ചില ആളുകൾക്ക് എല്ലാ മെഡിസിൻസ് ഒന്നും പറ്റണമെന്നില്ല, ചില സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്കണ്ഠ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഡയാലിസിസ് ടീമുമായിട്ട് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് പോകണം. ഒരിക്കലും നമ്മുടേതായ രീതിക്ക് നമ്മളത് ഊഹം വെച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മളത് ഇങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരിക്കും അങ്ങനെ ഒന്നും പാടില്ല. നമുക്കത് കംപ്ലീറ്റ് അതിന്റെ ബെനിഫിറ്റ് നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവണം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്തിരിക്കണം. നമ്മൾ ഡോക്ടറിനെ ആണെങ്കിലും കാണാൻ പോകുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നത് ചിലപ്പോൾ അവര് പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്ലിയർ ആയി കേൾക്കുക. എല്ലാ ടാബ്ലറ്റ്സ് അതിന്റെ കവറിൽ എഴുതിയിട്ടുണ്ടാവും എങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വെച്ചോണ്ട് നമ്മൾ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് പിള്ളേരുടെ കാര്യത്തിലാവുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അവർ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക. എന്തൊക്കെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. അത് ഇതിന്റെ ആണെങ്കിലും നമുക്ക് ആ കറക്റ്റ് ഇത് കിട്ടണമെങ്കിൽ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡയാലിസിസിന്റെ ഒരു ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടെ വേഗം പറയാം കേട്ടോ, ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷെഡ്യൂൾ അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കണം. പകുതി വഴിയിൽ നിർത്തരുത്. അതാണ് ഒന്നാമത്തെ. complete the treatment aspect to recommended schedule. Second point എന്താ, അത് നമ്മൾ ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് റെക്കമെൻഡേഷൻ അനുസരിച്ച് തന്നെ നമ്മുടെ ഈറ്റിംഗ് പ്ലാൻ ഭക്ഷണക്രമം പാലിക്കണം. ഡയറ്റീഷ്യന്റെ നിർദ്ദേശം അനുസരിച്ച് ഭക്ഷണക്രമം പാലിക്കണം.
പിന്നെ മൂന്നാമത്തില് ഹാർട്ട് ഹെൽത്തിനും നമ്മുടെ സ്ട്രെങ്ത്തിനൊക്കെ വേണ്ടിയിട്ട് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുക. പിന്നെ എന്തെങ്കിലും നമുക്ക് മെഡിക്കേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഡയാലിസിസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഫാർമസിസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത പോയിന്റില് ഇതുപോലെ തന്നെ എന്തെങ്കിലും ആൻസൈറ്റി, ഉത്കണ്ഠയോ സൈഡ് എഫക്ട്സോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്റെ ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കണം. ഇത് ക്ലിയർ ചെയ്ത് പോണം. ക്ലിയർ അല്ലേ? 5 പോയിന്റ് ആയിട്ട് തന്നേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഡയാലിസിസ് ചെയ്യുമ്പോഴേ നമ്മളെ ചെറിയ സൈഡ് എഫക്ട്സുകൾ ഉണ്ടാവാറുണ്ട്. അത് എന്തിനാണെങ്കിലും ചില മരുന്നുകൾ കഴിക്കുമ്പോഴും ചിലർക്ക് ഉണ്ടാവും, ചിലർക്ക് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ബോഡിനനുസരിച്ചിരിക്കും. സെയിം ടാബ്ലറ്റ് ഇപ്പൊ 2 പേര് കഴിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, ചിലർക്ക് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് മെഡിസിൻ ആണെങ്കിലും ഡോക്ടർ എഴുതുമ്പോൾ ചോദിക്കും, ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണെങ്കിൽ ചോദിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, അലർജിക്ക് മരുന്ന് കഴിക്കണ്ടോ, അല്ലെ അങ്ങനെയുള്ളതൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കും. ഇവിടെ എന്ന് വെച്ചാൽ ഡയാലിസിസ് എന്തായാലും മസ്റ്റ് ആണ്. കിഡ്നിക്ക് ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമ്മള് എൻഡ് സ്റ്റേജ് ഫെയിലിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയാലിസിസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ മുന്നിലുള്ള വഴി. പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്താൻ ഡയാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് നമ്മൾ പറയും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഇത് ചെയ്യുമ്പോൾ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറഞ്ഞേക്കുന്നത്. ആഫ്റ്റർ ഇഫക്ട്സ്. Both the kind of dialysis come with side effects. 2 തരത്തിലുള്ള ഡയാലിസിസിനും ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഹീമോഡയാലിസിസിനാണെങ്കിലും പെരിറ്റോണിയൽ ഡയാലിസിസിനാണെങ്കിലും ഈ 2 ഡയാലിസിസിനും ചെറിയ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ട്. It can also be difficult to tell surely whether its symptoms is because of dialysis or the kidney failure that is ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. അപ്പൊ എന്താ പറഞ്ഞ സിംറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ നമുക്കത് എന്താ പറയാ, അതിന്റെ സിംറ്റംസ് എന്താണ് എന്ന് ഷുവർ ആയിട്ട് പറയാൻ, ഇത് തന്നെയാണ് എന്നുള്ളത് ഷുവർ ആക്കി പറയാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്, ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് ഡയാലിസിസ് ഓർ കിഡ്നി ഫെയിലിയർ ദാറ്റ് ഈസ് ഓൾസോ അഫക്റ്റിംഗ് ദ ബോഡി. നമ്മുടെ ബോഡീനെ ഇത് എങ്ങനെയാണ് അഫക്ട് ചെയ്തേക്കുന്നത് അതനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടാം. സിംറ്റംസ് ഇത് തന്നെയാന്ന് പറയാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചിലർക്ക് ഇതുപോലെ മരുന്നുകളാണെങ്കിൽ ഒരാൾക്ക് വന്ന സിംറ്റംസ് ആണെന്നില്ല വേറെ ആൾക്ക് വരുന്നത്. അപ്പം അങ്ങനെ ഷുവർ ആയിട്ട് പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട്. Some of the most common after effects that people tell that include. അപ്പൊ സാധാരണ ആളുകൾ കോമൺ ആയിട്ട് പറഞ്ഞ കുറച്ച് ആഫ്റ്റർ ഇഫക്ട്സുകളൊക്കെയാണ് ഇവിടെ തന്നേക്കുന്നത്. ഇത് പഠിക്കണം കേട്ടോ, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്ന ഏതാണ്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിലൊക്കെ വരുന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കാം. ഫസ്റ്റ് ഹീമോഡയാലിസിസ് ആണ്. അതിന്റെ സൈഡ് എഫക്ട്സ് ആഫ്റ്റർ ഇഫക്ട്സ് ആ വരുന്നത്. നോക്കാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. വാസ്കുലർ അസസൈറ്റ് എൻട്രൻസ് പോയിന്റ് ആണ്. സ്റ്റോപ്പേജ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തടസ്സം ഉണ്ടാകാം. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. ആ ഓപ്പണിംഗ് ഇല്ലേ, അവിടെ ചെറിയൊരു തടസ്സം ഉണ്ടാകാം. ഓക്കെ, സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്. വാസ്കുലർ അസസൈറ്റില് ചെറിയൊരു തടസ്സം ഉണ്ടാകാം. സെക്കൻഡ് വൺ, മസ്കുലർ സ്പാസം. മസ്കുലർ സ്പാസം എന്ന് വെച്ചാൽ ഏതാണ്? പേശി രോഗാവസ്ഥ. പേശി രോഗാവസ്ഥ, മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ. പിന്നെ തേർഡ് ഒരു ആഫ്റ്റർ ഇഫക്ട്സ് പറഞ്ഞേക്കുന്ന ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ. ഹൈപ്പോ ടെൻഷൻ, BP കുറയാൻ. ഹൈപ്പോ ആണ്, ഹൈപ്പർ അല്ല കേട്ടോ. ഹൈപ്പോ ടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയാൻ കാരണമാകും. പിന്നെ അടുത്ത പോയിന്റ് വീക്ക്നെസ്, ഡിസിനീസ് ഓർ നോസിയ. വീക്ക്നെസ് എന്ന് വെച്ചാൽ ക്ഷീണം, വീക്ക് ആവുക. ഡിസിനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലകറക്കം. അവന്റെ മുകളിലൊന്ന് എഴുതി വെച്ചോ കേട്ടോ, അറിയില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്യുക. തലകറക്കം, ഡിസിനസ്, തലകറക്കം വരാം. ഓർ നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, വോമിറ്റ് ചെയ്യാൻ വരില്ലേ, അതുപോലെ ഒരു ഓക്കാനം വരിക. ഓക്കെ, വീക്ക്നെസ്, ഡിസിനസ് ഓർ നോസിയ. ഡിസിനസ് എന്ന് പറഞ്ഞാൽ തലകറക്കം, നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം. പിന്നെ അടുത്ത ബ്ലഡ് ലോസ്, ബ്ലഡ് നഷ്ടപ്പെടാം. ബ്ലഡ് ലോസ്, ലോസ് കുറയാന്നുള്ളത്.
ബ്ലഡ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഈ HD ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ വരുന്നത്. ഇതിന്റെ ഉള്ളിലേക്കൊന്നും പഠിക്കേണ്ട, ആ പോയിന്റ്സുകൾ നോക്കുക. ഏതൊക്കെയാണ് ഹീമോഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാറ്. സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ അസസൈറ്റ്, മസ്കുലർ സ്പാസം, പേശി രോഗാവസ്ഥ, ഹൈപ്പോടെൻഷൻ, ബ്ലഡ് പ്രഷർ, BP കുറയാൻ കാരണമാകും, ഡിസിനസ് ഓർ നോസിയ, തലകറക്കം, ഓക്കാനം ഒക്കെ വരാം. പിന്നെ അടുത്ത ബ്ലഡ് ലോസ്. ഇനി നെക്സ്റ്റ് PD ആണ്. പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് രണ്ടെണ്ണം വരുന്നത്. ഫസ്റ്റ് ആണ് ഹെർണിയ. കേട്ടിട്ടുണ്ടോ ഹെർണിയ എന്ന്? എന്താ മലയാളം? ഹെർണിയ കേട്ടിട്ടുണ്ട്. എന്താ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് വേഗം മെസ്സേജ് ഇട്ട്. എന്താ മലയാളം? ഹെർണിയ മലയാളം എന്താ പറയാ ഹെർണിയക്ക്? ഹെർണിയയുടെ ഓപ്പറേഷൻ ആണ്, ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹെർണിയ എന്ന് പറഞ്ഞാൽ കുടലിറക്കം കേട്ടോ. കുടലിറക്കുന്ന മലയാളം കുടലിറക്കം. ഓക്കെ, കുടലിറക്കം. ഹെർണിയ അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൺ പ്രസന്റിങ് ആസ് എ ലംപ് ഓർ സ്വോളൻ ആർ. അപ്പൊ നമ്മുടെ പേശി ഭിത്തിയുടെ ബലക്കുറവ് കാരണോ അല്ലെങ്കിൽ വയറിനകത്തുണ്ടാകുന്ന പ്രഷറൊക്കെ മൂലം നമ്മുടെ കുടല് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുക, ബൾജ് ചെയ്ത് വരിക. ലംപ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീക്കം, ഇൻഫ്ലമേഷൻ എന്നുള്ള ഇതാണ്. ഒരു ഈ കുടല് ഒന്ന് വീങ്ങി പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കോ ഒക്കെ വരുക, പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥേനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. പേശി ഭിത്തിയുടെ ബലക്കുറവോ അല്ലെങ്കിൽ വയറിനകത്തുള്ള പ്രഷറൊക്കെ കാരണം ഈ കുടല് പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഹെർണിയ വരാം. പിന്നെ വെയിറ്റ് ഗെയിൻ, പിന്നെ വെയിറ്റ് പെട്ടെന്ന് കൂടാം. നമ്മൾ സാധാരണ കൂടുന്ന പോലെയല്ല, വെയിറ്റ് നോർമല് ആ പേഷ്യന്റിന് വെയിറ്റ് വണ്ണം കൂടുതൽ വെക്കാം. ഓക്കെ, വെയിറ്റ് ഗെയിൻ. ഇത് രണ്ടുമാണ് PD. അപ്പൊ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് കിട്ടും അല്ലെ. ഇൻക്ലൂഡ് ചെയ്യാത്ത വരുമ്പോ ഹെർണിയയും വെയിറ്റ് ഗെയിനും പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സിംറ്റംസിൽ വരുന്നതാണ്. ഓക്കെ, ഹെർണിയ, വെയിറ്റ് ഗെയിൻ. ഇനി നോക്കിയേ, ഈവൻ ദോ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് ടെറിഫയിങ്. ഇത് കേട്ടപ്പോ പേടി തോന്നിയോ? ഈ ആഫ്റ്റർ ഇഫക്ട്സിന്റെ സിംറ്റംസ് ഒക്കെ കേട്ടപ്പോ പേടി തോന്നിയോ? ഇത് നമ്മളെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും എന്താ നോക്കിയേ, they should be compared to the risk that arise from continuous to live with the untreated kidney failure. ഇവിടെ പറയുന്നുണ്ട് ഈ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മൾക്ക് കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിലും നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യാതെ, ഡയാലിസിസ് ചെയ്യാതെ നമ്മൾ ആ കിഡ്നി വെച്ച് നമ്മൾ ജീവിക്കുന്നതിന്റെ ആ റിസ്ക് അത് വെച്ച്, അതിന്റെ ഒരു അപകടാവസ്ഥ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താ പറയുന്നത്? They should be compared to the risk that arise from continuing to live with the untreated kidney failure. അപ്പൊ കിഡ്നി ഫെയിലിയർ ആയിട്ട് ട്രീറ്റ് ചെയ്യാതെ, അത് നമ്മൾ ചികിത്സിക്കാതെ തുടർന്ന് ഇങ്ങനെ ജീവിക്കുന്ന ആ റിസ്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് എന്താ വേറെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് വേറെ പ്രശ്നമൊന്നുമില്ല. അത് പേടിപ്പെടുത്തുന്നതാണെങ്കിലും അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്യാതെ കിഡ്നി ഫെയിലിയർ ആയിട്ട് തുടർന്ന് ജീവിക്കുന്ന ആ റിസ്ക്, അതിന്റെ അപകടം വെച്ച് നോക്കുമ്പോൾ ഇത് പ്രശ്നമില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങള് ഒന്ന് വേഗം ഒന്ന് നോക്കി. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടോ? കുറച്ച് എടുത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ 3 ടൈപ്പ് നമ്മൾ പറഞ്ഞു, CAPD, CCPD, IPD. അതിന്റെ നമ്മൾ എക്സ്പാൻഡഡ് ഫോം 3ന്റെയും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ അടുത്തതാണ് മൂന്നാമത്തെ ടൈപ്പ് ഡയാലിസിസ് ആണ് CRRT എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞു ICU കിടക്കുന്ന സിവിയർ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തതാണ് ഇതിന്റെ ബെനിഫിറ്റ്സുകൾ, അഡ്വാൻറ്റേജ് ഓർ ബെനിഫിറ്റ്സ് നമ്മൾ 5 പോയിന്റ് പറഞ്ഞു. പിന്നെയാണ് ആഫ്റ്റർ ഇഫക്ട്സ് പറഞ്ഞ ഹീമോഡയാലിസിന്റെ പെരിറ്റോണിയൽ ഡയാലിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് പറഞ്ഞു. ഇനി ഒരു ചെറിയൊരു കാര്യം കൂടി ആ ഒരു ഇതിനകത്ത് വരുന്നത്, ഡയാലിസിസ് സെന്റർ.
ഡയാലിസിസ് സെന്റർ കേട്ട് കഴിഞ്ഞാൽ അറിയാലോ, ഇതൊരു സ്ഥാപനമാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനം, അതിനെയാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്യണമെന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ ഡയാലിസിസ് ചെയ്യാം. അപ്പൊ എന്താ ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞാൽ, ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഷ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. ഇതാണ് ഡയാലിസിസ് സെന്റർ. Okay, dialysis center is a clinical establishment that to treat the patient with the renal failure. Sometimes the patient with the normal renal function also need hemodialysis, like the patient with the some poisoning. ചില പേഷ്യൻസിന് ഈ നമ്മള് ചിലപ്പോ നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ചില പേഷ്യൻസിന് നമുക്ക് അവർക്ക് ഹീമോഡയാലിസിസ് വേണ്ടി വരാം. ലൈക്ക് ദ പേഷ്യന്റ് വിത്ത് സം പോയിസണസ് ഉള്ള രോഗികളെ പോലെ ചില ഹീമോഡയാലിസിസ് ചില പേഷ്യൻസിന് വേണ്ടി വന്നേക്കാം. The dialysis center may act either or both the inpatient and outpatient, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis resort to hemodialysis. Okay, the dialysis center may act either or both the inpatient and outpatients. അപ്പോൾ ഡയാലിസിസ് സെന്റർ ഇൻപേഷ്യന്റ് സർവീസുകളും നടത്തുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സർവീസുകളും നടത്തുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലല്ല, ഡയാലിസിസ് സെന്ററിൽ അവിടെ കിടന്ന് ഡയാലിസിസ് ചെയ്യുന്ന ഫെസിലിറ്റി ഉണ്ട്. വന്ന് ഡയാലിസിസ് ചെയ്ത് പോകുന്ന, അതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. വരിക, ഡയാലിസിസ് ചെയ്യുക, ഡയാലിസിസ് കഴിയുമ്പോൾ പോകുക, അങ്ങനെയുള്ള ഫെസിലിറ്റിയും ഈ ഡയാലിസിസ് സെന്ററുകൾ നൽകുന്നുണ്ട്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? റിലേയിങ് ഓൺ, ഡിപ്പെൻഡിങ് അപ്പോൺ ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. അവിടുത്തെ ഫെസിലിറ്റി അനുസരിച്ച് കിടത്തിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ഫെസിലിറ്റി ആയിട്ടുള്ള ഡയാലിസിസ് സെന്റർ ആണെങ്കിൽ നമുക്ക് ഇൻപേഷ്യന്റ് സർവീസുകളും അവിടെ കൊടുക്കാം. എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പറഞ്ഞേ? മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ് ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. അതുകൂടാതെ ഡയാലിസിസ് ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മൾ പറഞ്ഞില്ലേ, വീട്ടിൽ തന്നെ ചെയ്യുന്നതാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യാം? സെൽഫായിട്ട് ഡയാലിസിസ് ചെയ്യാനുള്ള ആ ഒരു ട്രെയിനിങ്ങും അവിടെ കൊടുക്കുന്നുണ്ട്. ദേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് റിസോർട്ട് ടു ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകളും ഈ ഡയാലിസിസ് സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. ഓക്കെ, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന റീനൽ ഫെയിലിയർ ആയിട്ട് ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇൻപേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് സർവീസുകൾ നൽകാം. ഇതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? അവിടുത്തെ ഫെസിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതുകൂടാതെ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. ഇതിന്റെ ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്ങുകൾ കൊടുക്കാം. ഏതിന്റെ ഒപ്പം തന്നെ? ഡിസൈഡ് ടു ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിന്റെ ഒപ്പം തന്നെ ഇതും നൽകാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി ഫസ്റ്റ് ലൈനാണ്. ഫസ്റ്റ് ലൈൻ എന്താ? ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that to treat the patient with the renal failure. Renal failure, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനം, അതാണ് ഡയാലിസിസ് സെന്റർ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ചികിത്സാപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഡയാലിസിസ് സെന്ററിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇനി പറയുന്നത്. കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ തീർക്കാം എന്ന് വിചാരിക്കുന്നു. പിന്നെ പോയിന്റ്സ് ഫുള്ള് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞേല് ഓക്കെ, നെക്സ്റ്റ് കൂടിയാണോ? ഓക്കെ,
Some patient with a normal renal function also need hemodialysis, like the patient with some poisonous. ചില പേഷ്യന്റ് നോർമൽ റീനൽ ഫംഗ്ഷൻ ആയിട്ടുള്ള പേഷ്യൻസിന് ചിലപ്പോ പോയിസൺസ് ഉള്ള രോഗികൾക്ക് കൊടുക്കുന്ന പോലെയുള്ള ഈ ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരാന്ന്. അതായത് നമ്മുടെ നോർമൽ കിഡ്നി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് എന്തെങ്കിലും വിഷബാധയൊക്കെ കേൾക്കുക. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ടൈമില് വേണമെങ്കിൽ നമുക്ക് ആ ബ്ലഡ് ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് അവിടെ നമുക്ക് ഡയാലിസിസ് ചെയ്യാം എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ്. സംടൈംസ് ദ പേഷ്യന്റ് വിത്ത് നോർമൽ റീനൽ ഫംഗ്ഷൻ, നോർമൽ കിഡ്നി ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസിന് ചിലപ്പോൾ എന്ത് ആവശ്യം ഓൾസോ നീഡ് ഹീമോഡയാലിസിസ്, ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വരാം. ഏതുപോലെ ലൈക്ക് ദ പേഷ്യന്റ് വിത്ത് സം പോയിസണിങ്, ചില പോയിസണിങ് ഉള്ള പേഷ്യൻസിനെ പോലെ ഹീമോഡയാലിസിസ് ചില നോർമൽ കിഡ്നി ഫംഗ്ഷൻ ഉള്ള പേഷ്യൻസിന് ആവശ്യമായിട്ട് വരാം. അപ്പൊ അതിനകത്ത് പറഞ്ഞിരുന്ന അത് ബോത്ത് ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സർവീസുകളും നൽകുന്നുണ്ട്. അതൊക്കെ എന്തിനു വെച്ചിട്ടാ? അത് ഡിപ്പെൻഡിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. അവിടുത്തെ ഫെസിലിറ്റി, മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ച് ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് സർവീസുകൾ കൊടുക്കാന്നാ പറയുന്നത്. പിന്നെ നമ്മൾ ആ ഡയാലിസിസ് സെന്റർ മുഖേന ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ഇല്ലേ, ആ പേഷ്യൻസിന് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഡയാലിസിസ് സെന്റർ വഴി ആ സെൽഫ് ട്രെയിനിങ്ങുകളും നൽകാം. ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് റിസാർട്ട് ടു ഹീമോഡയാലിസിസ്. ഓക്കെ, എന്നാ ഇത്രയും മതി. നിങ്ങളാരും ഇത് വളരെ ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ടുപേരെ കൊണ്ടൊന്ന് വായിപ്പിക്കും. 27 ആയുള്ളൂ. ഇനി അടുത്ത് തുടങ്ങിയാലും നമുക്ക് 5 പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഒരുപാടൊന്നും നമ്മൾ നോക്കി പോണില്ല. ഓക്കെ, പഠിക്കുന്ന കാര്യങ്ങൾ ഒക്കെ ക്ലിയർ ആക്കി ഇതാക്കി തന്നെ പഠിച്ചു പോകാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഫസ്റ്റ് പറഞ്ഞത് ഏതാ? പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്, PD എന്ന് പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞല്ലോ ഈ അബ്ഡോമൻ, ബെല്ലി, അതിന്റെ ലൈനിങ്ങിന് പറയുന്ന ഒരു പേര് അത് ചോദിച്ചിട്ടുണ്ട്. ആൽബിൻ തോമസ്. ആ ലൈനിങ് ഏതായിരുന്നു? അബ്ഡോമൻ ഓർ ബെല്ലി ഏരിയ? ഇവിടെ ഏതൊരു നമ്പർ തന്നിട്ട് സഫിയ അത് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുടെ ഓഫീസിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ടെക്നിക്കലിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അതെ, എക്സാമിന് 1 വേർഡ് ക്വസ്റ്റ്യൻ ഉള്ളൂ അതല്ലേ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എക്സാം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലേ. വേറെ പ്രശ്നമൊന്നുമില്ല എക്സാം. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാലോ. ഓപ്ഷൻ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും എന്തായാലും. അപ്പൊ അബ്ഡോമന്റെ ലൈനിങ്ങിന് എന്ത് പറയുന്ന പേര്? നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് പഠിക്കാം, എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പഠിക്കാം. ഈ പ്രിന്റ് നോട്ട് ഒന്ന് വായിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. അബ്ഡോമന്റെ ലൈനിങ്ങിന് പറയുന്ന പേര് എന്തായാലും ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ സൊല്യൂഷൻ, അതേതാ സൊല്യൂഷൻ? വയറ്റിന്റെ അകത്തേക്ക് നിറയ്ക്കുന്ന സൊല്യൂഷന്റെ പേര് എന്തെന്നാ? ഒരു പേര് ഡയലൈസേറ്റ്. DIALYSATE, ഡയലൈസേറ്റ്. ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലൂയിഡ് മെയ്ഡ് അപ്പ് ഓഫ് മിക്സർ ഓഫ് വാട്ടർ, സോൾട്ട് ആൻഡ് അതർ അഡിറ്റീവ്സ്. ഇതുകൊണ്ടുള്ള സൊല്യൂഷൻ ഡയലൈസേറ്റ് എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത് എവിടെ വേണമെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു. അത് ഇതിനു മുന്നേ ഒരു ചെറിയൊരു സർജറി നടത്തി ആ കത്തീറ്റർ വയറ്റിന്റെ ഉള്ളിലേക്ക് കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ അവിടെ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നു. അതിനൊരു ക്യാപ്പ് ഉണ്ടാവും. ആവശ്യമുള്ളപ്പോ മാത്രം ആ ക്യാപ്പ് തുറന്നിട്ട് ഇത് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കറക്റ്റ് ആയിട്ട് കാണാമല്ലോ. ഉണ്ടോ? അത്രയും കത്തീറ്ററിന്റെ ഇതാണ്. പിന്നെ അത് തുറന്നിട്ട് അതിലേക്ക് നമുക്ക് ബാഗ് ട്യൂബ് വെച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് വയറ്റിന്റെ അകത്തേക്ക് ആ സൊല്യൂഷൻ നിറയ്ക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് CRRT പറഞ്ഞു. അത് പിന്നെ പറയണ്ടല്ലോ, ICUയിൽ വളരെ സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് കൊടുക്കുന്നതാണ് CRRT എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് 3 ടൈപ്പ് പെരിറ്റോണിയൽ ഡയാലിസിസ്. CAPD എക്സ്പാൻഡഡ് ഫോം എന്താ? CAPD ആര്യണ്ടോ? സുരാജ്, പ്രവീൺ, അയന. Yes, ma'am. Okay. Yes, ma'am. പറഞ്ഞു.
പ്രവീണ. Continuous ambulatory potential dialysis. കണ്ടിന്യൂസ് ആംബുലേറ്ററി Peritoneal dialysis. Sorry. മാറിപ്പോയത് എങ്ങനെയുണ്ടാവും പൊട്ടൻഷ്യൽ ഡയാലിസിസ് എന്നൊക്കെ കാര്യം ഓപ്ഷൻസ് അത് കറക്റ്റ് പഠിച്ചു വെക്കാം. പിന്നെ കൺഫ്യൂഷൻ ആവേണ്ട. കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ Peritoneal dialysis. CCPDയുടെയോ Continuous cyclic peritoneal dialysis. പ്രവീണ IPDയുടെ എക്സ്പാൻഡഡ് ഫോം എന്താ? IPD intermittent പെരിറ്റോണിയൽ ഡയാലിസിസ്. ഓക്കെ, CCPD പോലെ തന്നെ ഒരു ചെറിയ മെഷീൻ ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താ, ട്രീറ്റ്മെന്റ് കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും. ഇത് നമുക്ക് വീടുകളിൽ ചെയ്യാം. യൂഷ്വലി ഹോസ്പിറ്റൽസിലാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നിതിൻ ഉണ്ടോ? നിതിന വിജീഷ്. ബെനിഫിറ്റ്സ് ഏതൊക്കെയാ? വേഗം ഒന്ന് പറഞ്ഞു പോയി. പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞു പോയാൽ. Complete the treatments as per the recommended schedule. Abide customized eating plan recommended by dietitian. അതായത് ഡയറ്റീഷ്യന്റെ recommendation അനുസരിച്ച് ഈറ്റിംഗ് പ്ലാൻ ചെയ്യണം. Get as much physical activity as possible to improve your strength and health. ഇംപ്രൂവ് ചെയ്യാൻ പാകത്തിനുള്ള ആരോഗ്യത്തിനും സ്ട്രെങ്ത് കൂട്ടാനുള്ള ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത് പറഞ്ഞത് ഏതായിരുന്നു? ഡയാലിസിസ് പ്രൊവൈഡർ ഫാർമസിസ്റ്റിനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമുക്ക് മെഡിക്കേഷനോ സപ്ലിമെന്റ്സോ എന്തൊക്കെയും തമ്മിലുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ലാസ്റ്റിൽ എന്താ പറഞ്ഞേ? എന്തെങ്കിലും ഉത്കണ്ഠയോ സൈഡ് എഫക്റ്റോ ഉണ്ടെങ്കിൽ അത് ഡയാലിസിസ് ടീമുമായിട്ട് സംസാരിക്കാം. നമുക്ക് ഡയാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്ന ടീമുമായിട്ട് നമ്മൾ സംസാരിക്കാം. പിന്നെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അത് നിങ്ങളൊക്കെ ആ പോയിന്റ്സ് നോക്കണം കേട്ടോ. HDയുടെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്ത ഏതാണ്? പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആഫ്റ്റർ ഇഫക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്ത ഏതൊക്കെയാണെന്ന് അത് ചോദിക്കാം. അത് വേറെ എക്സ്ട്രാ നോട്ട്സ് ഒന്നും ഇപ്പൊ ഇത് എഴുതേണ്ട കാര്യമില്ല. പ്രിന്റ് നോട്ടിലുള്ളത് പഠിച്ചാൽ മതി. ഒരുപാട് വാരിക്കൂട്ടി എഴുതിയാൽ നിങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീരെ ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രമേ എക്സ്ട്രാ നോട്ടായിട്ട് തരുന്നുള്ളൂ. ഇത് തന്നെ എക്സാം വരുമ്പോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടി ആകുമ്പോൾ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും പ്രിന്റ് നോട്ട് തന്നെ. അപ്പൊ അതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത ഒരുപാട് വരച്ച് വരെ എഴുതിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആകും. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം ഇങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ളതും അങ്ങനെയുള്ളതാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളോടൊന്ന് നോട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ ബുക്കും ഇതൊക്കെ പഠിച്ചു വരുമ്പോൾ ഒത്തിരി ഉണ്ടാവല്ലോ. പിന്നെ HDയുടെയും PDയുടെയും നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞു. അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഏതൊക്കെയാണെന്ന് പറയണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് സെന്റർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, Thank you, ma'am. Thank you, ma'am.